ജർമ്മനിയിൽ ഈ വർഷം ഉഷ്ണതരംഗവും കടുത്ത ചൂടും മൂലം മരിച്ചവരുടെ സംഖ്യ 12,500 കടന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ പൊതുജനാരോഗ്യ കേന്ദ്രമായ റോബർട്ട് കോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ കണക്കുകളുള്ളത്. രാജ്യത്ത് താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 2016 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വാർഷിക മരണസംഖ്യയാണിത്. ഏപ്രിൽ 6 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിനാൽ ഈ വർഷത്തെ മൊത്തം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് RKI മുന്നറിയിപ്പ് നൽകുന്നു. ചൂട് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വയോധികരെയാണ്. മരിച്ചവരിൽ പകുതിയിലധികവും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. 75-നും 84-നും ഇടയിൽ പ്രായമുള്ള 3100 പേർ മരിച്ചു. 65-ൽ താഴെ പ്രായമുള്ള 1200 പേരാണ് മരിച്ചത്. ജൂൺ അവസാന വാരത്തിലുണ്ടായ അതിരൂക്ഷമായ ഉഷ്ണതരംഗമാണ് മരണസംഖ്യ കുത്തനെ കൂട്ടിയത്. ജൂൺ 22 മുതൽ 28 വരെയുള്ള ഒരൊറ്റ ആഴ്ചയിൽ മാത്രം 9600ഓളം പേർ ചൂടുമൂലം മരണപ്പെട്ടു. ഈ ദിവസങ്ങളിൽ ജർമ്മനിയുടെ പല ഭാഗങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു. പകലിലെയും രാത്രിയിലെയും അന്തരീക്ഷ താപനില കണക്കാക്കുമ്പോൾ പ്രതിവാര ശരാശരി താപനില 20 ഡിഗ്രി സെൽഷ്യസ് പിന്നിടുമ്പോൾ തന്നെ ആളുകളിൽ ആരോഗ്യ പ്രശ്നങ്ങളും മരണനിരക്കും ഉയരാൻ തുടങ്ങുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ജർമ്മനിയിലെ സാർലാൻഡ്, റൈൻലാൻഡ്, പാലാറ്റിനേറ്റ് എന്നീ സംസ്ഥാനങ്ങളിലാണ് താപതരംഗം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. സാർലാൻഡിൽ 100,000 പേരിൽ 43.4 എന്ന നിരക്കിലും റൈൻലാൻഡിൽ 38.7 എന്ന നിരക്കിലുമാണ് മരണങ്ങൾ നടന്നിട്ടുള്ളത്. ദേശീയ ശരാശരി 100,000-ൽ 15 മാത്രമായിരിക്കുകയാണിത്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 2018-ൽ 9,400 മരണവും 2019-ൽ 7,700 മരണവുമാണ് മുൻപ് ഉയർന്ന മരണനിരക്ക് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ വർഷത്തെ പകുതി വരെയുള്ള കണക്കുകൾ തന്നെ മുൻ വർഷങ്ങളിലെ ആകെ മരണസംഖ്യയെ മറികടന്ന് വലിയ ആശങ്കയാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്.